വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗോട്ട് ലൈഫ്, അതായത് ആടുജീവിതം, മലയാളികൾ ഇത്രയേറെ കാത്തിരിക്കുന്ന ഒരു ചിത്രം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് ഈ ഒരു പടം അനൗൺസ് ചെയ്തത് തൊട്ട് ഈ ഒരു പടത്തിന് വേണ്ടിയുള്ള എക്സ്പെക്റ്റേഷൻ പീക്ക് ലെവലിൽ തന്നെയാണ്. അങ്ങനെ എനിക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് ആദ്യം നിശ്ചയിച്ചിരുന്നത് ഏപ്രിൽ 11 മറ്റാണ്. അതായത് ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഒക്കെ റിലീസാവുന്ന ആ ഒരു സമയത്തായിരുന്നു. പക്ഷേ അത് രണ്ടും തന്നെ വലിയ ചിത്രമായതുകൊണ്ടും ഒരു 3 വലിയ ചിത്രം ഒരേ സമയത്ത് ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിലെ കൗണ്ട് കുറയുമെന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾക്ക് കൊണ്ടാണ് ആടുജീവിതം കുറച്ച് നേരത്തെ ആക്കിയത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് റംസാൻ മാസത്തിലായിപ്പോയി. അതൊരു ഓഫ് സീസണാണ്. റംസാൻ മാസത്തിൽ അധികം റിലീസുകൾക്കൊന്നും പ്രേക്ഷകർ തിയേറ്ററിൽ പോകാറില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ആടുജീവിതം പ്രീ ബുക്കിങ്ങിൽ തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രീ ബിസിനസ് സെയിൽസ് ആയതിന് ഓൾമോസ്റ്റ് 4 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല 200Kയിലധികം ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കളക്ഷൻ ബേസ് ഒരു ഡേ 1 തന്നെ ഓൾമോസ്റ്റ് 7-8 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടാവുന്ന ആദ്യ മലയാള ചിത്രമായി മാറാനും ആടുജീവിതം വളരെയധികം ചാൻസ് ഉണ്ട്. അതിന് മലയാള ചിത്രത്തിന് നിരവധി അനേകം റെക്കോർഡുകൾ കരസ്ഥമാക്കാൻ പോകുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ആടുജീവിതം. മാത്രമല്ല പോസിറ്റീവ് റിപ്പോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ നടന്നൊരു വേവിനേക്കാളും അപ്പുറം ചിലപ്പോൾ ഗോട്ട് ലൈഫിനേക്ക് സംഭവിച്ചേക്കാം. കാരണം എന്ന് വെച്ചാൽ മഞ്ഞുമൽ ബോയ്സ് ഒരു ഓപ്പണിങ് മലയാള ഇൻഡസ്ട്രിക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ തെലുങ്കിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ ഒരു ഓപ്പണിങ്, ഒരു ഗേറ്റ് ഓപ്പണിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് അടുത്ത് വരാൻ പോകുന്ന ബിഗ് റിലീസ് അത് ആടുജീവിതം തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്കുള്ള എക്സ്പെക്റ്റേഷൻ പീക്ക് ലെവലായതുകൊണ്ട് തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് മാത്രം മഞ്ഞുമൽ ബോയ്സിനെ പോലെ പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആടുജീവിതത്തിൻ്റെ റെക്കോർഡുകളുടെ കളിയായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ്, അതായത് മഞ്ഞുമൽ ബോയ്സാണ് ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നത്. അത് വെറും 1 മാസ കാലയളവിൽ തന്നെ ആടുജീവിതം തൂക്കാനും ഹൈലി ചാൻസസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഇത്രയധികം റെക്കോർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് കളക്ഷൻ വൈസ് തന്നെ ആടുജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റിലീസ് ദിവസം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പടം പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് കൺഫേമാണ്. ഇതെല്ലാത്തിലും ഉപരി അവാർഡുകളും ഈ ഒരു സിനിമകൾക്ക് ലഭിക്കുമെന്നുള്ളത് കൺഫേമാണ്. അത്രത്തോളം മെനക്കെട്ടിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഏതായാലും നിങ്ങൾ ആടുജീവിതത്തിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.